ഇന്ത്യയുടെ മുമ്പിൽ ഒരു പുതിയ വെല്ലുവിളി ഉണ്ടായിരിക്കുകയാണ്. ഇതൊരു വലിയ ഭീഷണി തന്നെയാണ്. നമുക്കിതിനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. നമ്മുടെ പ്രധാനപ്പെട്ട അതിർത്തിയിലെ രണ്ട് ശത്രു രാജ്യങ്ങൾ തന്നെയാണല്ലോ പാകിസ്ഥാനും ചൈനയും. പാകിസ്ഥാനേക്കാൾ ഇപ്പോൾ ഇന്ത്യ എല്ലാ രീതിയിലും വളരെയധികം മുന്നിലാണ്. പ്രത്യേകിച്ച് സാമ്പത്തികമായും സൈനികമായും ഒക്കെ. പക്ഷെ എന്നിരുന്നാലും ചില ഭീഷണികൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇന്ത്യക്ക് ഉണ്ടാകാനിടയുണ്ട്. നിലവിൽ പാകിസ്ഥാന്റെ കൈവശമുള്ളതിൽ കൊള്ളാവുന്ന യുദ്ധവിമാനങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കൻ നിർമ്മിത F-16 യുദ്ധവിമാനങ്ങളാണ്. അത് തന്നെ പൂർണ്ണമായി ഉപയോഗിക്കാനുള്ള ഒരു അവകാശം പാകിസ്ഥാൻ ഉണ്ടോ എന്ന് സംശയമാണ്. എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാന്റെ കയ്യിലുള്ളത് ഈ ചൈനയുടെ സഹായത്തോടെ നിർമ്മിച്ച അല്ലെങ്കിൽ ചൈന നിർമ്മിച്ചു കൊടുത്ത JF-17 എന്ന് പറയുന്ന യുദ്ധവിമാനമാണ്. ഈ JF-17 അത്ര അങ്ങോട്ട് പേരുകേട്ട അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു യുദ്ധവിമാനമൊന്നുമല്ല. എന്നാൽ അമേരിക്കൻ മോഡൽ ഒരു കളി ചൈന നടത്തുന്നുണ്ട്. അതായത് ചൈനയുടെ കൈവശം ഒരു 5ാം തലമുറ യുദ്ധവിമാനമുണ്ട്. അതിന്റെ പേര് J-20 എന്നാണ്. അമേരിക്കയുടെ F-22 റാപ്റ്റർ പോലെ ചൈന നിർമ്മിച്ച ഒരു യുദ്ധവിമാനമാണ്, 5ാം തലമുറ യുദ്ധവിമാനമാണ് J-20 എന്ന് പറയുന്നത്. പേരുകൾ തമ്മിൽ പോലും വളരെ വലിയ സാദൃശ്യമുണ്ട് അല്ലേ? കാരണം അത്രത്തോളം ചൈന അമേരിക്കയെ കോപ്പി അടിക്കുന്നുണ്ട് എന്നതാണ് അതിന്റെ കാരണം. ഇവിടെ J-20, അവിടെ F-22. അതുപോലെ തന്നെ അമേരിക്ക അവരുടെ സഖ്യരാജ്യങ്ങൾക്ക് കൂടി കൊടുക്കാൻ വേണ്ടി അമേരിക്ക നിർമ്മിക്കുന്ന ഒരു യുദ്ധവിമാനമാണ് F-35 ലൈറ്റ്നിങ് 2. F-35 എന്ന ചുരുക്കപ്പേരിലാണിത് അറിയപ്പെടുന്നത്. അതേ മാതൃകയിൽ ചൈന ഒരു യുദ്ധവിമാനം നിർമ്മിക്കുന്നുണ്ട്. J-35 എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ചൈന നിർമ്മിക്കുന്നത് ചൈനയുടെ സഖ്യരാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ സുഹൃത്ത് രാജ്യങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അമേരിക്കയുടെ അതേ രീതിയിൽ തന്നെ ഇതിനും പല വേരിയന്റുകളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ J-35 യുദ്ധവിമാനം ചൈനയിൽ നിന്ന് വാങ്ങാൻ സാധ്യതയുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിൽ പാകിസ്ഥാൻ ഉണ്ട് എന്നത് വളരെ നേരത്തെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിന്റെ ഒരു പ്രത്യേകത, ഇതൊരു സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള ഒരു യുദ്ധവിമാനമാണെന്നതാണ്. അതായത് 5ാം തലമുറ യുദ്ധവിമാനങ്ങളെ റഡാർ സംവിധാനങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ചൈന ഇപ്പോൾ ഈ ഒരു F-35 തുല്യമായിട്ട് J-35 എന്ന് പറയുന്ന ഒരു യുദ്ധവിമാനം നിർമ്മിക്കുമ്പോൾ എന്തായാലും അമേരിക്കൻ നിർമ്മിത F-35 അതിനെ താരതമ്യപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ കൂടി തത്വത്തിൽ അല്ലെങ്കിൽ പേപ്പറുകളിൽ ഇതൊരു 5ാം തലമുറ യുദ്ധവിമാനമാണ്. അപ്പോൾ ഈ 5ാം തലമുറ യുദ്ധവിമാനം 40 എണ്ണം ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ വാങ്ങാൻ പോകുന്നു എന്ന് പറയുന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. 2024 ഓഗസ്റ്റ് 3 പാകിസ്ഥാനിലെ ഒരു മാധ്യമത്തിൽ ഒരു വാർത്ത വന്നു. ഈ പാകിസ്ഥാൻ പട്ടാളക്കാർ ചൈനയുടെ ഈ സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റിൽ ട്രെയിനിങ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ട്രെയിനിങ്ങിന് അവർ വിധേയരാവുകയാണ്. ഇത് വൈകാതെ തന്നെ പാകിസ്ഥാൻ ഈ യുദ്ധവിമാനം വാങ്ങും എന്നതിന്റെ സൂചനയാണെന്നാണ് ഈ ഒരു ന്യൂസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് ഇന്ത്യക്ക് എത്രത്തോളം വലിയൊരു ഭീഷണിയാണ്? ഈ പറയുന്നത് പോലെ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഒക്കെ ഇതിനുണ്ട്. ഇതൊരു കിഡിലൻ എയർക്രാഫ്റ്റ് ആണെങ്കിൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും അതൊരു ഭീഷണി തന്നെയാണ്. തീർച്ചയായും ഒരു ഭീഷണിയാണ്. അതിപ്പോൾ പാകിസ്ഥാന്റെ കയ്യിലാണ് കിട്ടുന്നത് എന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ അല്ലെന്ന് പറയാൻ പറ്റില്ല. ചൈന തീർച്ചയായും പാകിസ്ഥാനെ ഇന്ത്യക്കെതിരെ ശക്തിപ്പെടുത്താനായിട്ട് ശ്രമിക്കുമെന്നത് ഉറപ്പുമാണ്. ഇന്ത്യയുടെ കയ്യിൽ 5ാം തലമുറ യുദ്ധവിമാനം ഇപ്പോൾ ഉണ്ടോ എന്നതാണ് അടുത്ത ചോദ്യം. നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിൽ 5ാം തലമുറ യുദ്ധവിമാനമില്ല. നമുക്ക് 4.5 ജനറേഷൻ വരെയുള്ള യുദ്ധവിമാനങ്ങളേ ഉള്ളൂ. അതിപ്പോൾ നമ്മുടെ Su-30 MKI ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള ഫ്രഞ്ച് നിർമ്മിത റഫേൽ യുദ്ധവിമാനങ്ങളാണെങ്കിലും നമ്മൾ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന തേജസ് യുദ്ധവിമാനങ്ങളാണെങ്കിലും. എന്നാൽ ഒരു 5ാം തലമുറ യുദ്ധവിമാനം ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമാണെന്നാണ് പല പ്രതിരോധ വിദഗ്ധരും പറയുന്നത്. ചൈനയെ പോലെ പാകിസ്ഥാൻ കൂടി ഇപ്പോൾ 40 ആണെങ്കിൽ കൂടി ഈ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇന്ത്യക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ ഒരു 5ാം തലമുറ യുദ്ധവിമാനം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളെ നേരിടാൻ നമുക്ക് പ്രയാസമാകും. ഒരേ സമയത്ത് നേരിടുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കുമെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മൾ തീർച്ചയായും 5ാം തലമുറ യുദ്ധവിമാനം വാങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതേതായിരിക്കും എന്നതിനെ കുറിച്ച് ഒരു വ്യക്തതയുമില്ല. അത് ചിലപ്പോൾ അമേരിക്കൻ നിർമ്മിത F-35 ലൈറ്റ്നിങ് 2 തന്നെ ആകാം. അങ്ങനെ വന്നാൽ ഇന്ത്യ അമേരിക്ക ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് വേറെ ലെവലിലേക്ക് പോകും. പക്ഷെ നമ്മൾ നേരത്തെ റഷ്യ തന്ന മുന്നറിയിപ്പ് നമ്മുടെ മുമ്പിലുണ്ട്. കില്ലർ സ്വിച്ച് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഉപയോഗത്തിന് ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ നിയന്ത്രണങ്ങൾ ഇതിൽ ഉണ്ടാകുമോ എന്നിങ്ങനെയുള്ള സംശയങ്ങളുണ്ട്. സോ ഇതെല്ലാം ഇല്ലാത്ത തരത്തിൽ ഒരു ഫ്രീ ഹാൻഡോട് കൂടി നമുക്ക് കിട്ടുകയാണെങ്കിൽ അതൊരു വലിയ നേട്ടമാണ്. അതായത് 100% നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ F-35 കിട്ടിയാൽ അത് ലോട്ടറി ആണെന്ന് തന്നെ പറയാം. കാരണം അത്രയും മികച്ച എയർക്രാഫ്റ്റുകളാണ് US നിർമ്മിത F-22 അതുപോലെ F-35. അതിന്റെ വെട്ടത്ത് പോലും എന്തായാലും ഈ J-35 J-20 ഒന്നും വരില്ല. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് ഈ F-35 നമുക്ക് പൂർണ്ണമായും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ കിട്ടിയാൽ അതൊരു ഗംഭീരമായ ലോട്ടറിയാണ്. കാരണം നമ്മുടെ AMCA പ്രോജക്റ്റ്
നടന്നുകൊണ്ടിരിക്കുകയാണ്. മാസ് പ്രൊഡക്ഷൻ നടക്കാനായിട്ട് അതൊരു 2030-35 വരെയൊക്കെ പോകും. വൈകാതെ നമ്മൾ ചിലപ്പോൾ അതിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ നടത്തിയേക്കാം. പക്ഷെ എന്നാലും അതിന്റെ ഒരു മാസ് പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഒരു 2030-35 ഒക്കെ ആകേണ്ടി വരുമെന്നുള്ളതാണ് അതിന്റെ മുമ്പിലുള്ള പ്രധാന തടസ്സം. എന്നാൽ അതേ സമയത്ത് ഈ കാലയളവിൽ നമ്മുടെ സൈന്യത്തിന്റെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ അവിടെയാണ് നമ്മൾ ഒരു രാജ്യത്തിന്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങുന്ന സാധ്യതയുള്ളത്. നിലവിൽ 3 രാജ്യങ്ങളുടെ കയ്യിലാണ് ഇപ്പോൾ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ ഉള്ളത്. അമേരിക്കയുടെ സഹായത്തോടെ സൗത്ത് കൊറിയ 5ാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കുന്നുണ്ട്. സൗത്ത് കൊറിയ നിർമ്മിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ സൗത്ത് കൊറിയയ്ക്ക് വേണ്ടി അമേരിക്ക നിർമ്മിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. എന്തായാലും അത് ഒരു 2028 കൂടിയൊക്കെ ചിലപ്പോൾ മാസ് പ്രൊഡക്ഷൻ സാധ്യമായേക്കും. അങ്ങനെ വന്നാലും അതുകൂടിയുണ്ട്. ഇപ്പൊ നിലവില് നമുക്ക് ഉപയോഗത്തിൽ ഇരിക്കുന്ന എയർക്രാഫ്റ്റുകൾ നോക്കിയാൽ ഒന്ന് US-ന്റെ F-22, F-35. അത് ഇസ്രായേൽ അടക്കം പല രാജ്യങ്ങളുടെ കയ്യിലും F-35 ഉണ്ട്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് റഷ്യയുടെ Su-57 ആണ്. Su-57 അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു 5ാം തലമുറ യുദ്ധവിമാനമായിട്ടാണ് കരുതപ്പെടുന്നത്. ഇതൊരു ട്വിൻ എഞ്ചിൻ വരുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ്. സ്റ്റെൽത്ത് മൾട്ടി റോൾ ഫൈറ്റർ ആണിത്. ഇതിന്റെ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഒക്കെ പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടി ഇന്ത്യക്ക് ആദ്യം വലിയ താല്പര്യം ഇതിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റഷ്യയുടെ തന്നെ Su-75 എന്ന് പറയുന്ന ഒരു 5th ജനറേഷൻ എയർക്രാഫ്റ്റ് കൂടിയുണ്ട്. അത് 2027 പ്ലാൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും അതിന് ഒരുപാട് സമയമെടുക്കും. നിലവിൽ അപ്പം നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ ഒന്നുകിൽ US മെയ്ഡ് F-35 വാങ്ങുക, ഇല്ലെങ്കിൽ റഷ്യയുടെ കയ്യിൽ നിന്ന് Su-57 വാങ്ങുക. ഇത് രണ്ടുമാണ് ഇന്ത്യയുടെ മുമ്പിലുള്ള ഓപ്ഷൻ. ഇത് രണ്ടും എന്തായാലും ചൈനയുടെ J-35 മികച്ചതാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ ഇതിൽ ഒന്ന് വാങ്ങിയെങ്കിൽ മാത്രമേ ഇപ്പൊ പാകിസ്ഥാൻ J-35 ഈ ചൈനയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് അതിനു മുകളിൽ നമ്മുടെ സ്ട്രെങ്ത് നമുക്ക് വർദ്ധിപ്പിക്കാനായി സാധിക്കൂ. ചിലപ്പോൾ ഈ J-35 നമ്മൾ വിചാരിക്കുന്ന പെർഫോമൻസ് ഒന്നും ഉണ്ടാകില്ല എന്ന് കരുതുക. അത് ഒരു സാധ്യതയാണല്ലോ. അങ്ങനെ വന്നാൽ നമുക്കതൊരു വലിയ ത്രെട്ട് ആകില്ല. പക്ഷെ ഇതിനകത്ത് നമുക്ക് അത്തരം റിസ്ക് എടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ അതിന്റെ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഒക്കെ തന്നെ മികച്ചതാണെങ്കിൽ നമുക്കതൊരു ത്രെട്ടായിരിക്കും. സോ അവിടെ ആ ഒരു നമ്മുടെ ഒരു റീജിയണിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ പവർ ബാലൻസ് നിലനിർത്താനായിട്ടെങ്കിലും നമുക്കൊരു 40-50 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ 2-3 വർഷത്തിനിടയിൽ ആവശ്യമാണ്. ഇപ്പൊ എന്തായാലും പാകിസ്ഥാന്റെ കയ്യിൽ 5ാം തലമുറ യുദ്ധവിമാനം ഇല്ല. പക്ഷേ വൈകാതെ ചിലപ്പോൾ ഇവർ തമ്മിൽ ഒരു ഡീല് വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ട്രംപ് ഇന്ത്യയുമായിട്ട് കൂടുതൽ നല്ല രീതിയിൽ സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് F-35 നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി അഥവാ അത് കിട്ടില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ഈ Su-57 എന്ന് പറയുന്ന റഷ്യൻ എയർക്രാഫ്റ്റിലേക്ക് തന്നെ നമുക്ക് പോകേണ്ടി വരും. കാരണം വേറെ രാജ്യങ്ങളുടെ കയ്യിലൊന്നും ഇല്ല 5ാം തലമുറ യുദ്ധവിമാനം. റഫേൽ പോലും ഒരു 4.5 തലമുറയിൽ പെടുത്താവുന്ന ഒന്നാണ്. നമ്മുടെ AMCA പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റു രാജ്യങ്ങൾ ആശ്രയിക്കേണ്ടി വരില്ല. പക്ഷെ അതിന് നമുക്ക് 2-3 തടസ്സങ്ങളുണ്ട്. ഒന്ന്, AMCA നമ്മൾ ആദ്യഘട്ടത്തിൽ പ്ലാൻ ചെയ്യുന്നത് US മെയ്ഡ് എഞ്ചിനിൽ തന്നെയാണ് പ്രവർത്തിപ്പിക്കുക എന്നത്. അപ്പൊ ഈ കാലയളവിൽ നമ്മൾ തദ്ദേശീയമായിട്ട് എഞ്ചിൻ നിർമ്മിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ രാജ്യത്ത് അത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ. ഇല്ലെങ്കിൽ നമുക്ക് എഞ്ചിന്റെ കാര്യത്തിൽ വീണ്ടും US-നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാലയളവിൽ AMCA പൂർണ്ണമായിട്ടും നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുകയും അതിന്റെ എഞ്ചിൻ അടക്കം ഒരു സ്വന്തമായിട്ടൊരു എഞ്ചിൻ പൂർണ്ണമായിട്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നത് വരെയുള്ള ഒരു പീരീഡ്, അതൊരു 5-10 വർഷം മിനിമം വേണ്ടി വരും. അപ്പൊ ഈ ഒരു കാലയളവിൽ നമ്മുടെ സൈന്യത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തീർച്ചയായും നമുക്കൊരു 5ാം തലമുറ യുദ്ധവിമാനം ആവശ്യമാണ്. അത് വൈകാതെ തന്നെ അത്തരം ഒരു വിഷയത്തിലേക്ക് രാജ്യം കടക്കുമെന്നാണ് സൂചന. ഇപ്പൊ ജയശങ്കറിന്റെ അമേരിക്ക സന്ദർശനം നടക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഇന്ത്യ ഈ അടുത്ത കാലത്തായി റഷ്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നുണ്ട്. സോ ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ നിന്ന് ഇന്ത്യ 5ാം തലമുറ യുദ്ധവിമാനം വാങ്ങാനുള്ള വലിയ സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.